നമുക്ക് വന്നൊരു ക്വസ്റ്റ്യനാണ്. എ ട്രെയിൻ കവേഴ്സ് 400 കിലോമീറ്റർ അറ്റ് എ യൂണിഫോം സ്പീഡ്. ഇഫ് ദ സ്പീഡ് ഹാഡ് ബീൻ ഇത്രയും 10 കിലോമീറ്റർ ആണെങ്കിൽ കൂടുതലാണെങ്കിൽ ഇറ്റ് വുഡ് ഹാവ് ടേക്കൺ ഇത്രയും 2 മണിക്കൂർ കുറവെടുക്കും. വാട്ട് ഈസ് ദ യൂഷ്വൽ ടൈം? അപ്പോൾ ഇങ്ങനത്തുള്ള ക്വസ്റ്റിനകത്തൊന്നും ഒരിക്കലും നിങ്ങളൊരു ഇക്വേഷൻ പോലും എഴുതാൻ ശ്രമിക്കരുത്. നമ്മൾ ഡെയിലി കാൽക്കുലേഷൻ്റെ എക്സസൈസ് ചെയ്യുക. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് ഗുണമുണ്ട്. നമുക്ക് ടൈം ആൻഡ് ഡിസ്റ്റൻസിൻ്റെ ഒരു ഇക്വേഷൻ അറിയാം. ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ സ്പീഡ് ഇൻറ്റു ടൈമാണ്. അപ്പോൾ ഇവിടെ നമുക്ക് യൂഷ്വൽ ടൈമാണ് ചോദിച്ചിട്ടുള്ളത്. ഇപ്പോൾ ടൈം എന്ന് പറഞ്ഞാൽ എന്താണ്? ഡിസ്റ്റൻസ് ബൈ സ്പീഡാണ്. അപ്പോൾ ഞാനിവിടെ ഓപ്ഷനിൽ നിന്ന് ഏറ്റവും എളുപ്പമുള്ളൊരു ഓപ്ഷൻ എടുക്കുകയാണ്. അപ്പോൾ ടൈമാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ 10 മണിക്കൂർ എനിക്ക് ഏറ്റവും എളുപ്പം ഡിവൈഡ് ചെയ്യാൻ 400 ഡിവൈഡ് ചെയ്യാൻ 10 മണിക്കൂറാണ്. നിങ്ങൾക്ക് ഏതുകൊണ്ടും എടുക്കാം. 12 കൊണ്ട് കറക്റ്റായിട്ട് ഡിവൈഡ് ചെയ്തില്ല. ആദ്യം എന്ത് എടുത്തു? ഞാൻ 10 എടുത്തു. അപ്പോൾ 10 എടുത്തു കഴിഞ്ഞാൽ 400/10 400 കിലോമീറ്റർ ബൈ 10 ഇത് ടൈമാണ്. അപ്പോൾ കിലോമീറ്ററിനെ ടൈം കൊണ്ട് ഡിവൈഡ് ചെയ്താൽ സ്പീഡ് കിട്ടും. എത്രയാണ്? 40 km/h ആണ് ഇനിഷ്യൽ സ്പീഡ് നമുക്ക് കിട്ടും. അപ്പോൾ അത് 10 കിലോമീറ്ററോട് കൂടുതലാണെങ്കിൽ ആ സ്പീഡ്, ഇപ്പോൾ ഇനിഷ്യൽ സ്പീഡ് 40 ആയിരുന്നു എന്ന് നമ്മൾ അസ്യൂം ചെയ്തു. ആൻസർ ഓപ്ഷൻ ഡി ആണെങ്കിൽ 10 കിലോമീറ്റർ കൂടുതൽ എന്ന് പറഞ്ഞാൽ എന്താണ്? സ്പീഡ് എന്താ? 50 ഇതെല്ലാം മനസ്സിൽ തന്നെ ചെയ്യാൻ പറ്റുന്നതാണ്. പെൻ ഫ്രീ ആയിട്ട് ചെയ്യേണ്ട ക്വസ്റ്റൻ ആണിത്. അപ്പോൾ സ്പീഡ് 50 ആയി കഴിഞ്ഞാൽ എത്ര ടൈം എടുക്കും? 400/50 എത്രയാണ്? 8 മണിക്കൂർ എടുക്കും. എൻ്റെ അർത്ഥം എന്താ? ആദ്യമേ 10 മണിക്കൂർ എടുത്ത സമയത്ത് 2 മണിക്കൂർ കുറച്ചെടുത്തു. അതായത് ഇപ്പോൾ 8 മണിക്കൂർ എടുത്തോളൂ. എൻ്റെ അർത്ഥം എന്താണ്? നമ്മുടെ യൂഷ്വൽ ടൈം എന്ന് പറഞ്ഞാൽ എന്ത് തന്നെയാണ്? ഓപ്ഷൻ ഡി തന്നെയാണ്, 10 തന്നെയാണ്. അപ്പോൾ ഇതല്ലെങ്കിൽ നിങ്ങൾക്ക് അടുത്ത മൾട്ടിപ്പിൾ ആയിട്ടുള്ളൊരു വാല്യൂലോട്ട് പോകാൻ പറ്റും. ഇതിനൊരിക്കലും നിങ്ങൾ പേന എടുത്ത് ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ.